ഡൊമിനിക്കിൻ്റെ 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും മറ്റ് ചില സിനിമകളുടെ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അരവിന്ദിൻ്റെ അതിഥികൾ എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസനെ നായകനാക്കിയിട്ട് എം മോഹനൻ സംവിധാനം ചെയ്യുന്ന മൂവിയാണല്ലോ ഒരു ജാതി ജാതകം. സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. നല്ല അടിപൊളി ട്രെയിലറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2 മിനിറ്റിനും മുകളിലാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഒരു വലിയ വിജയം കൈവരിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ട്രെയിലർ നൽകുന്നുണ്ട്. ഒരു കല്യാണം നടക്കാൻ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രത്തെയാണ് ഈ ഒരു ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നത് എന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാവുന്നു. ബേസിൽ ജോസഫ് നായകനായിട്ടെത്തുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ കൂടെ ക്ലാസ് റിലീസ് ആയിട്ടാണ് ഈ ഒരു ചിത്രം എത്തുന്നത്. പൊന്മാൻ ജനുവരി 30-നും ഒരു ജാതി ജാതകം ജനുവരി 31-നും തിയേറ്ററിലെത്തും. 2 സിനിമയും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ. മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം തന്റെ 6ാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ ഫിനിഷ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു. 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും 16 കോടിയോളം രൂപയായിരുന്നു സിനിമ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 6ാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് 17 കോടിക്ക് മുകളിലേക്കാണ് ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ചെന്നെത്താൻ വേണ്ടി പോകുന്നത്. 6ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ കേരള കളക്ഷൻ 45 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ഒരു ഫിഗറാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 7.5 കോടിയിലേക്കും എത്തപ്പെടും. ചിത്രത്തിന്റെ ബഡ്ജറ്റ് ബേസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ചിത്രത്തിന് നല്ലൊരു ഭേദപ്പെട്ട കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറിയിരിക്കുന്നു.